ഗുഡ് മോർണിംഗ്. നമ്മൾ തേർഡ് ക്ലാസ്സാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. മൈനർ ക്ലാസ്സിലെ 7th സെം മൈനറിലെ തേർഡ് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് മൊഡ്യൂളാണ്. അതിൽ ഇനിയുള്ളത് ചില കോൺസെപ്റ്റ്സ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓപ്പൺ സെറ്റ്, ക്ലോസ്ഡ് സെറ്റ്, നൈബർഹുഡ് എന്ന് പറയുന്നത് ഇതൊക്കെ എന്താണ് ഈ ഡെഫിനിഷൻസ് മീൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഓപ്പൺ ബോൾ, ക്ലോസ്ഡ് ബോൾ ആൻഡ് സ്ഫിയർ ഇങ്ങനെ 3 കോൺസെപ്റ്റ്സ് പറയുന്നുണ്ട്. ഓപ്പൺ ബോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഒരു സെറ്റ് എക്സ് ഉണ്ട്. എക്സിനകത്ത് ഒരു പോയിൻ്റ് എക്സ് നോട്ട് എടുത്തു കഴിഞ്ഞാൽ എക്സ് നോട്ട് സെൻറ്ററായിട്ട് 6 റേഡിയസ് ഉള്ള ഒരു സർക്കിൾ, എക്സ് നോട്ട് സെൻറ്ററായിട്ട് 6 റേഡിയസ് ഉള്ള ഒരു സർക്കിൾ, ആ റേഡിയസ് ഉള്ള ഒരു ഡിസ്ക് എടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതിൽ അതായത് സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു എക്സ് സച്ച് ദാറ്റ് ഡി ഓഫ് എക്സ് എക്സ് നോട്ട് ലെസ് ദാൻ ആർ, അതായത് ബൗണ്ടറി പോയിൻ്റ് ആയിട്ടുള്ള 6 റേഡിയസ് ഉള്ള എക്സാക്റ്റ് സർക്കിൾ നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. ആ ബൗണ്ടറി പോയിൻറ്റ്സ് ഒഴിവാക്കിയിട്ട് ലെസ് ദാൻ ആറാണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആറാണെങ്കിൽ ബൗണ്ടറി പോയിൻറ്റ്സ് വരും. ലെസ് ദാൻ ആറാണെങ്കിൽ ബൗണ്ടറി പോയിൻറ്റ്സ് വരാത്ത രീതിയിലൊരു ഡിസ്ക് എടുത്താൽ ഈ ഡിസ്കിനെയാണ് നമ്മൾ ഓപ്പൺ ബോൾ സെൻറ്റേർഡ് അറ്റ് എക്സ് നോട്ട് വിത്ത് റേഡിയസ് ആർ എന്ന് പറയുന്നത്. അതുപോലെ ക്ലോസ്ഡ് ബോൾ എന്ന് വെച്ചാൽ ഇഫ് വി ഇൻക്ലൂഡ് ദ ബൗണ്ടറി, അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ആണെങ്കിൽ ദെൻ ഇറ്റ് ഈസ് ക്ലോസ്ഡ് ബോൾ. ഇഫ് വി ആർ കൺസിഡറിങ് ഓൺലി ദ സർക്കിൾ, ആ ബൗണ്ടറി മാത്രമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിനെ സ്ഫിയർ എന്ന് പറയും. ഓക്കെ, ഇവിടെ എക്സ് നോട്ട് ഈസ് കോൾഡ് സെൻറ്റർ ആൻഡ് ആർ ഈസ് റേഡിയസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കാര്യം, ഇത് നമ്മുടെ യൂഷ്വൽ മെട്രിക് ആയിട്ടുള്ള R2-ൽ നമ്മളൊരു പോയിൻ്റ് എടുത്തു. എന്നിട്ട് R2-ലെ യൂഷ്വൽ ഡിസ്റ്റൻസ് D ആണെങ്കിൽ ഒരു പോയിൻ്റ് എടുത്തിട്ട് 6 റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരച്ചാൽ നമുക്ക് ഈ രീതിയിൽ വരും. ആ ഒരു ഐഡിയ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ R2 അല്ലെങ്കിൽ R3 മാത്രമല്ല ഇവിടെ എന്ത് വരുന്നത്, മെട്രിക് സ്പേസ് ആയിട്ട് വരുന്നത്. അപ്പോൾ R3 ആണെങ്കിൽ നമ്മൾ എക്സ് നോട്ട് എന്നുള്ളൊരു പോയിൻ്റ്, ആക്ച്വലി അതിന് 3 കമ്പോണൻസ് ഉണ്ടാവും. അത് 3Dയിലുള്ള ഒരു പോയിൻ്റ് ആയിരിക്കും. അവിടെ 6 റേഡിയസ് ഉള്ളൊരു സർക്കിൾ എന്നുള്ളത് മീൻ ചെയ്യുന്നത് ആക്ച്വലി സർക്കിൾ അല്ല. കാരണം സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ദാറ്റ് സെറ്റ് സച്ച് ദാറ്റ് ഡിസ്റ്റൻസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ഓർ ലെസ് ദാൻ ആർ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ സർക്കിൾ എന്നാണ് നമ്മൾ ഡെഫിനിഷനിൽ ബോൾ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും R2-ൽ വരുമ്പോൾ സർക്കിൾ ആവും, R3-ൽ വരുമ്പം അത് ഒരു സ്ഫെറിക്കൽ ഷേപ്പ് ആവും, ഫിൽഡ് ആയിട്ടുള്ള സ്ഫെറിക്കൽ ഷേപ്പ് ആവും. ഓക്കെ, അതൊരു ബോളായിരിക്കും. അതാണ് അത് ബോൾ എന്നുള്ള പേര് വരാൻ കാരണം. എന്നാൽ R4-ലും ഇതേ കോൺസെപ്റ്റ് ഉണ്ട്. അവിടെ എന്താണ് വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല, ഇമാജിൻ ചെയ്യാൻ കഴിയില്ല. R4 നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയില്ലല്ലോ. സിമിലർലി നമുക്ക് അറിയാവുന്ന മറ്റു പല മെട്രിക് സ്പേസുകളുണ്ട്. അത് ഇതുപോലെ R2 R3 ആയിട്ട് നമുക്ക് പോയിൻറ്റ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയാത്ത ഫങ്ഷൻസിൻ്റെ സ്പേസ് ഉണ്ട്. ഇപ്പോൾ സപ്പോസ് C(AB) ഇതൊരു മെട്രിക് സ്പേസ് ആണ്. ഇവിടെയും നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യാം, ബോൾ ഡിഫൈൻ ചെയ്യാം. അവിടെ B(x0r) എന്ന് പറഞ്ഞാൽ എക്സ് നോട്ട് ഒരു ഫംഗ്ഷനാണ്. എക്സ് നോട്ടിൽ നിന്ന് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് നോട്ട് ആൻഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ വരുന്ന എല്ലാ എക്സുകളുടെയും കളക്ഷൻ, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് ഡിസ്റ്റൻസ് ഫ്രം എക്സ് നോട്ട് ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ആയിട്ടുള്ള എല്ലാ ഫംഗ്ഷൻസിൻ്റെയും കളക്ഷനാണ് അവിടെ ബോളായിട്ട് വരിക. ഓക്കെ, ക്ലോസ്ഡ് ബോളായിട്ട് വരിക. ലെസ് ദാൻ ആർ ആണെങ്കിൽ ഓപ്പൺ ബോൾ. അതുപോലെ നമ്മുടെ റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റാണെങ്കിൽ ഇവിടെ ഒരു എക്സ് നോട്ട് ഉണ്ട്. ഇതിനകത്ത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇതൊരു മെട്രിക് സ്പേസ് ആണ് വിത്ത് ഡിസ്റ്റൻസ് മോഡ് x-y. ഇങ്ങനെയാണ് സിറ്റുവേഷൻ എന്നുണ്ടെങ്കിൽ എക്സ് നോട്ടിൽ നിന്ന് 6 റേഡിയസ് ഉള്ള ഒരു ഓപ്പൺ ബോൾ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് x0 - 6 മുതൽ x0 + 6 വരെയുള്ള ഓപ്പൺ ഇൻ്റർവെല്ലാണ് വരിക. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ കൂടുതൽ അതിൽ ചിന്തിക്കണം. അപ്പം എന്താണിത് വരുന്നത് എന്നുള്ളത്. ഇതുപോലെ നമ്മൾ മറ്റൊരു മെട്രിക് ഡിഫൈൻ ചെയ്തിരുന്നു, D', അതായത് ടാക്സി ക്യാബ് മെട്രിക്. അതിൻ്റെ അകത്ത് അത് R2-ൽ തന്നെയുള്ള മറ്റൊരു മെട്രിക്കാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ഒരു ഓപ്പൺ ബോൾ എന്ന് പറഞ്ഞാൽ 6 റേഡിയസ് ഉള്ള ഓപ്പൺ ബോൾ എന്ന് പറഞ്ഞാൽ എന്താണ് വരിക, ഇപ്പോൾ ഒരു പോയിൻ്റ് എക്സ് നോട്ട് ഉണ്ട്. എക്സ് നോട്ടിൽ നിന്ന് 6 ഡിസ്റ്റൻസിലുള്ള എല്ലാ പോയിൻറ്റ്സും എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റായിട്ട്
താഴേക്ക് r ഡിസ്റ്റൻസ് എടുത്താൽ, അത് ഹൊറിസോണ്ടലി r ഡിസ്റ്റൻസ് എടുത്താൽ ആ പോയിൻ്റ് അവിടെ ഉണ്ടാവും. എന്നാൽ ഇങ്ങനെയും കൂടെ r വരുന്നുണ്ടെങ്കിൽ, അതാണല്ലോ ഇവിടുത്തെ ഡിസ്റ്റൻസ്. ഇതിപ്പോൾ ഒരു r1, ഇവിടെ ഒരു r2 അത് ആഡ് ചെയ്തിട്ട് ഇവിടെ r ഡിസ്റ്റൻസ് ആണെങ്കിൽ ഈ പോയിൻറ്റും അതിൻ്റെ അകത്ത് വരും. ഓക്കെ, അങ്ങനെ കളക്ഷൻ ഓഫ് ഓൾ സച്ച് പോയിൻറ്റ്സ് വരുമ്പോൾ എന്താണ് വരുന്നത് എന്നും നോക്കണം. അതൊരു റെക്റ്റാങ്കുലർ ഷേപ്പ് ആയിരിക്കും. അത് നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ, അതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻസ് നിങ്ങൾ ചെക്ക് ചെയ്യണം. അതൊരു റെക്റ്റാങ്കുലർ ഷേപ്പ് ആയിരിക്കും ബോൾ വരിക. ഓക്കെ, അപ്പോൾ ബോൾ എന്ന് പറയുന്നത് ആ നെയിം സൂചിപ്പിക്കുന്നത് ആക്ച്വലി R3 ബേസ് ചെയ്തിട്ടാണ്. പക്ഷേ അതിൻ്റെ ജനറൽ കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ബോൾ എന്ന് പറയുന്നത് സർക്കുലർ ഷേപ്പ് തന്നെ ആവണമെന്നില്ല. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് നോക്കുക. അതുപോലെ നമ്മൾ മറ്റൊരു മെട്രിക് ഡിഫൈൻ ചെയ്തിരുന്നതാണ് എന്ത്, ഡിസ്ക്രീറ്റ് മെട്രിക്. അതായത് 2 പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 0 ആണ് ഇഫ് ദോസ് 2 പോയിൻറ്റ്സ് ആർ ഈക്വൽ. ഡിസ്റ്റൻസ് 1 ആയിരിക്കും ഇഫ് ദ പോയിൻറ്റ്സ് ആർ ഡിസ്റ്റിങ്ക്റ്റ്. അങ്ങനെയെങ്കിൽ അവിടെ ബോൾ വരിക എന്തായിരിക്കും, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. അവിടെ വരുന്നത് ഇപ്പോൾ x0 എന്നുള്ള പോയിൻറ്റിൽ ഒരു പോയിൻ്റ് x0 എന്നുള്ള പോയിൻറ്റിൽ ഡിസ്റ്റൻസ് r ആയിട്ടുള്ള എല്ലാ പോയിൻറ്റ്സും എന്ന് പറഞ്ഞാൽ r<1 ആണെങ്കിൽ, ഡിസ്റ്റൻസ് <1 ആണെങ്കിൽ അതിൻ്റെ അകത്ത് ഏത് പോയിൻ്റ് മാത്രമേ വരുള്ളൂ, ആ x0 മാത്രമേ വരുള്ളൂ. കാരണം ഡിസ്റ്റൻസ് 1/2 ആയിട്ടുള്ള ഒരു പോയിൻറ്റും ഇല്ല, ഡിസ്റ്റൻസ് 0.5 ആയിട്ടുള്ള ഒരു പോയിൻറ്റും ഇല്ല. ഡിസ്റ്റൻസ് 0 അല്ലെങ്കിൽ 1 വരുള്ളൂ. അപ്പോൾ ഡിസ്റ്റൻസ് r ആയിട്ടുള്ള ഒരു പോയിൻറ്റ്സിൻ്റെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് r ഈസ് <1 then it is x0 alone. Okay, if r is greater than or equal to 1 then it is set of all those points. അത് നമ്മുടെ സെറ്റ് x തന്നെ വരും. അപ്പോൾ ഏതർ സിംഗിൾട്ടൺ x0 വരും അല്ലെങ്കിൽ ഹോൾ സെറ്റ് x വരും, ഡിപ്പെൻഡിങ് ഓൺ r<1 or r greater than or equal to 1. ഈ ഒരു രീതിയിലാണ് ഇവിടുത്തെ ബോൾ വരിക. ഓക്കെ, ദെൻ അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക. പിന്നീട് നമുക്ക് ഡിഫൈൻ ചെയ്യാനുള്ളത് വാട്ട് ഈസ് മീൻ ബൈ ആൻ ഓപ്പൺ സെറ്റ്. അപ്പോൾ ഇവിടെ കുറച്ച് ഡിസ്കഷൻസ് ഒക്കെ ഉണ്ട്. വാണിംഗ് ഇൻ ദിസ് വർക്കിംഗ് വിത്ത് മെട്രിക്സ് ഇറ്റ് ഈസ് ഗ്രേറ്റ് അഡ്വാൻറ്റേജ് ദാറ്റ് വി യൂസ് ടെർമിനോളജി വിച്ച് ഈസ് അനലോഗസ് ടു ദാറ്റ് ഓഫ് യൂക്ലിഡിയൻ ജോമെട്രി. However, we should beware of the danger, namely the assuming that balls and spheres in the arbitrary metric space enjoy the same property as balls and spheres in R3. This is not so. As an usual metric space, നമുക്ക് ഓരോന്നിലും അത് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഡിസ്കഷൻ തന്നെയാണ് അവർ വരുന്നത്. ദെൻ ഡെഫിനിഷൻ ഓഫ് ഓപ്പൺ സെറ്റ് ആൻഡ് ക്ലോസ്ഡ് സെറ്റ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മെട്രിക് സ്പേസ് എക്സ് ഉണ്ട് വിത്ത് ഡിസ്റ്റൻസ് d. ദെൻ എ സെറ്റ് M is said to be open in that metric space X if it contains a ball about each of its points. അപ്പോൾ ഒരു മെട്രിക് സ്പേസ് ഉണ്ട്, അതിൻ്റെ അകത്തൊരു M ഉണ്ട്. അപ്പോൾ M എപ്പോഴാണ് ഓപ്പൺ എന്ന് പറയാം, എമ്മിലുള്ള ഏതൊരു x0 എടുത്തു കഴിഞ്ഞാലും, ഒരു പോയിൻ്റ് x0 എടുത്തു കഴിഞ്ഞാലും ആ x0 സെൻറ്ററായിട്ട് നമുക്ക് ഒരു ബോൾ കണ്ടെത്താൻ കഴിയും. ആ ബോളിൻ്റെ പ്രത്യേകത, ഏതെങ്കിലും ഒരു ബോൾ കണ്ടെത്തിയാൽ മതിയില്ല, ആ ബോളിൻ്റെ പ്രത്യേകത ആ ബോളിലുള്ള എല്ലാ പോയിൻറ്റ്സും, അതിൻ്റെ അകത്തുള്ള എല്ലാ പോയിൻറ്റ്സും ഈ എമ്മിൽ തന്നെ ആയിരിക്കണം. അതായത് പുറത്തേക്ക് ചാടുന്ന രീതിയിലുള്ള ബോൾ പറ്റില്ല. ഓക്കെ, നമുക്ക് എല്ലാ പോയിൻറ്റ്സും എമ്മിൽ തന്നെ വരുന്ന രീതിയിൽ, ഇതിൻ്റെ അകത്ത് വരുന്ന രീതിയിൽ ഒരു ബോളെങ്കിലും, അത് റേഡിയസ് എത്ര ചെറുതായാലും കുഴപ്പമില്ല, റേഡിയസ് നോൺ സീറോ ആവാതിരുന്നാൽ മതി. റേഡിയസ് വളരെ സൈസ് കുറക്കാം, പക്ഷേ ഒരു ബോളെങ്കിലും കണ്ടെത്താൻ കഴിയുന്ന രീതിയിലുള്ള പോയിൻറ്റ്സ്. അപ്പോൾ ഏതൊരു പോയിൻ്റ് എടുത്താലും അതിന് ചുറ്റും ഒരു ബോൾ, അത് സെൻറ്ററായിട്ടുള്ള ഒരു ബോൾ കണ്ടെത്താൻ കഴിയണം വിത്ത് ദിസ് പ്രോപ്പർട്ടി.